സാനു, എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് വിശേഷം? പ്രായഭേദമന്യേ ഒരുപാട് പേർ അവിടെ ഫുട്ബോൾ ആരാധകർ കാത്തു നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അശ്വതി, നിതീഷ്, എന്തായാലും ഈ കാൽപന്ത് കളിയുടെ ആരവം ആകാശത്തോളം എത്തി നിൽക്കുന്ന വേളയിൽ എനിക്ക് പിന്നിൽ കാണുന്നത് ആകാശത്തോളം വലിപ്പമുള്ളൊരു ലോകകപ്പിന്റെ കിരീടമാണ്. എന്തായാലും ഒരു കൂട്ടം അർജന്റീന ഫാൻസാണ് അവരത് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ ദിവസങ്ങളെടുത്ത്, ഏകദേശം 3 ആഴ്ചയോളം എടുത്ത് തയ്യാറാക്കിയിട്ടുള്ള വലിയ പടുകൂറ്റൻ ഒരു കപ്പാണുള്ളത്. ഇവർ പറയുന്നത് എന്തായാലും കിഴക്ക് സൂര്യൻ ഉദിക്കുമെങ്കിൽ അർജന്റീന കപ്പടിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത്രത്തോളം ആത്മവിശ്വാസത്തോടുകൂടി അവർ നിൽക്കുകയാണ്. എന്തായാലും മറിച്ചൊന്നും സംഭവിക്കില്ല. അതിനൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. 3 വയസ്സ് മുതൽ 76 വയസ്സ് വരെ പ്രായമുള്ള ഒരു കൂട്ടം ഈ ഒരു ഫുട്ബോൾ ആരാധകരാണ് എനിക്കൊപ്പം ഉള്ളത്. അവർ വളരെ നാളത്തെ കാത്തിരിപ്പാണ്. അവർ നാളെ കപ്പടിച്ചു കഴിഞ്ഞാൽ ഈ ശില്പം കൊണ്ട് ഇവരുണ്ടാക്കിയിരിക്കുന്ന നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കപ്പ് കൊണ്ട് ഈ നഗരത്തിൽ പ്രദക്ഷിണം നടത്തും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത്രയേറെ ആവേശമാണ്. ഇതേ നോക്കി, തലയിലൊക്കെ അവരിത് നേരത്തെ തന്നെ അടിച്ചു വെച്ചിരിക്കുകയാണ്. മെസ്സി അടിച്ചു വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ 3 വയസ്സുകാരി വേറെ ഒരാളുണ്ട്. അങ്ങനെ വലിയൊരു ആവേശത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത്. അത്രയ്ക്കും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അവസാന നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് അക്ഷമരായിട്ട് ഓരോ മിനിറ്റുകൾ എണ്ണി, ഓരോ നിമിഷങ്ങൾ എണ്ണി അവർ കാത്തിരിക്കുകയാണ് ആ ഒരു നിമിഷത്തിനായിട്ട്. ചേട്ടാ, മറിച്ച് എന്തെങ്കിലും സംഭവിക്കൂ? ഒന്നും സംഭവിക്കില്ല. നമ്മൾ കപ്പ് എന്തായാലും നോക്കിയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മെസ്സി ആയാലും മറ്റുള്ള എല്ലാ കളിക്കാരായാലും അതിനേക്കാളും ഉപരി കോച്ചിനാണ് പൂർണ്ണ വിശ്വാസം എനിക്കുള്ളത്. കാരണം അവർ അതുപോലെ ലാസ്റ്റ് ആയാലും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. 100% കോൺഫിഡൻസ് ആണ് ഉള്ളത്. എന്തെങ്കിലും മറിച്ച് സംഭവിക്കില്ല 100% വിശ്വസിക്കുന്നു. 100% വിശ്വസിക്കുന്നു. കാരണം ഇവരുടെ സ്പെയിന്റെ ബാക്കാണ് പ്രശ്നം. അത് നമ്മൾ എന്തായാലും ഈ പ്രാവശ്യം പൊളിച്ചിരിക്കും. സ്പെയിനിലെ ചെറിയൊരു ഭയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അശ്വതി. സ്പെയിന് ആശങ്കയൊക്കെ ഉണ്ട്. എന്തായാലും കപ്പ് അവര് തന്നെ പന്തയം വെക്കുന്നുണ്ടോ? ഷുവറായിട്ട് പന്തയം വെക്കുന്നുണ്ട്. ഷുവറായിട്ട് ഇത് നമ്മള് പന്തയം വെക്കുകയാണ്. 100 അടിച്ചിരിക്കും. എന്താണ് പന്തയം വെക്കുന്നതാണ് നമ്മുടെ ആങ്കർ. എന്നിട്ട് വേണ്ട അവർക്ക് എന്ത് വേണമെന്നാണ് ചോദിക്കുന്നത്. അല്ല, നമുക്ക് ചേട്ടൻ തന്നെ പറഞ്ഞോ എന്താ പറ്റി വെക്കുന്നത്? ആ മീശ നല്ല ഭംഗിയുണ്ട്, അത് നമുക്ക് എടുത്താലോ? എന്ത് വേണം അവർക്ക്? എന്തിന്റെ പേരിലും പന്തയം വെക്കാൻ ഉറപ്പാണ് അവര്. ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് തൃശ്ശൂർ റൗണ്ടിൽ കൊണ്ട് നടക്കാനുള്ള അനുമതി നിങ്ങൾ മേടിച്ചരണം. വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അവര് പറയുന്നത് എന്താണെന്ന് അറിയാം? കപ്പടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ശില്പം കൊണ്ട്, ഈ ഒരു കപ്പ് കൊണ്ട് അവർക്ക് തൃശ്ശൂർ റൗണ്ടിൽ അവർക്ക് അത് കൊണ്ടുപോകാനായിട്ട് ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒരു കൊച്ചു മിടുക്കി കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ്, കപ്പടിക്കുമല്ലേ? ആരാണ് കപ്പടിക്കുന്നത്? ഓ കേട്ടോ, ആരെ കപ്പടിക്കുന്നത്? അമ്മാളു കപ്പടിക്കുമെന്നാണ് പറയുന്നത്. കൊച്ചു പിടിക്കുക. ചേട്ടാ, എന്തൊക്കെയാണ്, എത്രത്തോളം ഒരു ആത്മവിശ്വാസത്തിലാണ്? പൂർണ്ണമായ ആത്മവിശ്വാസം ഞങ്ങൾക്ക് കപ്പടിക്കുന്നുള്ളത്. തുടരും. ഈ ഒരു ശില്പം ഉണ്ടാക്കാനായിട്ട് എന്താണ് ഒരു കാരണമായിട്ടുള്ളത്? എന്താണ് ഇത്രയും വലിയൊരു 20 അടിയിലധികം ഉയരമുള്ള ഒരു ശില്പമാണ്. വലിയ നാളത്തെ ശ്രമഫലമായിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലായിടത്തും ഫ്ലക്സ് വെച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പം നമ്മളൊരു വെറൈറ്റി ആയിട്ട് ചിന്തിച്ചപ്പോൾ ഇങ്ങനെ 20 അടിയിൽ നല്ല വലിയൊരു കപ്പ് വെക്കണം എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഒരു 3 ആഴ്ചത്തെ കഠിന പ്രവർത്തനം കൊണ്ടാണ് ഞാനും എൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു ഇത് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ കുറേ ആൾക്കാർ ഫണ്ട് തന്ന് സഹായിച്ചിട്ട് അതിൻ്റെ പ്രയത്നഫലമാണ് ഇപ്പോൾ നമ്മുടെ പുറകിലിരിക്കുന്ന ഈ വേൾഡ് കപ്പ്. എന്തായാലും ഞങ്ങൾ ഈ പ്രാവശ്യം കപ്പ് തൂക്കിയിരിക്കും. അശ്വതി, വലിയ ആവേശത്തിലും അതേ വിശ്വാസത്തിലാണ് കപ്പ് അവരെടുത്തിരിക്കും. ഒപ്പം തന്നെ കപ്പ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു വേൾഡ് കപ്പ്, ഇവർ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ശില്പം, അതുമായിട്ട് ഇവർ നഗരത്തിൽ അവിടെ 2-3 കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട്. അവരോട് മെസ്സി ആരാന്നൊക്കെ അശ്വതി, 2-3 അല്ല, നിരവധി കുട്ടികളുണ്ട്. കാരണം നാളെ അവധിയാണല്ലോ. അതെ ചോദിക്കും, മെസ്സി ആരാണെന്നൊന്നും ചോദിക്കും. ആരാണ് കപ്പടിക്കുക? ആര് കപ്പടിക്കും? മെസ്സി. അർജന്റീന കപ്പടിക്കോ? ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? മെസ്സിയാ? ആരടിക്കും? എല്ലാവർക്കും ഒരേ മറുപടിയേ ഉള്ളു കേട്ടോ. അർജന്റീന ഫാൻസിന്റെ ഇടയിലാണ് നമ്മൾ ഇതിനിടയ്ക്ക് ഒരു വ്യത്യസ്തത കൂടിയുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? പറയാം, കേൾക്കണം. ഞാൻ പോർച്ചുഗൽ ഫാനാണ്. ചെറിയ മിസ്റ്റേക്ക് കാരണം പോർച്ചുഗൽ ഈ വട്ടം പോയി. നമുക്ക് അതിന് വിഷമമൊന്നുമില്ല, നല്ല ചെറിയ സങ്കടമുണ്ട്. അതൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിനി സ്പെയിനാണ്. നമ്മൾ ഒരിക്കലും ഇനി അർജന്റീന സപ്പോർട്ട് ചെയ്യത്തില്ല. ഇവര്
അശ്വതി കണ്ടോ ഒരാൾ ഇതിനിടയിൽ ഒരു വ്യത്യസ്തനുണ്ട് കേട്ടോ. സാനി, അതിനകത്ത് എനിക്കൊരു സങ്കടം പറയാനുണ്ട്. അതായത് ഞാനൊരു ജർമ്മനി ഫാനായിരുന്നു. അതായത് എല്ലാ വർഷവും ഞാൻ ജർമ്മനി ഫാനാണ്. അപ്പോൾ ജർമ്മനി ടീഷർട്ട് ഇട്ടുന്ന സമയം ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ ജർമ്മനി എന്നാൽ പുള്ളിക്കാരൻ ഉടനെ പോർച്ചുഗലിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. ചോദ്യം, സാനു റൊണാൾഡോ ആണോ യമീൻ യമാലിനെ ആണോ മെസ്സി ആണോ ഇഷ്ടം? പെട്ട് സംശയം എന്ത്? മെസ്സി ചോദ്യത്തിന് ആവശ്യമില്ലല്ലോ. മെസ്സിക്കൊപ്പമാണ് നമ്മൾ. ആണോ? അർജന്റീന എത്രാമത്തെ കപ്പ് എടുക്കാൻ അതെന്ത് ചോദ്യമാണ് അത് ചോദിക്കുന്നത്? മെസ്സി ആരാധകനാണ്. നമ്മൾ അർജന്റീനക്കാരുടെ കൂടെയല്ലേ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വേറൊരു മറിച്ചൊരു ഉത്തരവില്ലല്ലോ. മെസ്സിക്കൊപ്പമാണ് നമ്മള്. പിന്നെന്താ ശരി. അപ്പം മറ്റു ജില്ലകളിലും കൂടെ ഇതേപോലെ ഒരു കൂട്ടം ആളുകൾ നമുക്ക് വഴി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. തീർച്ചയായും. സാനു, താങ്ക് യു സോ മച്ച്. അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞേക്കും അവരുടെ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന്. സ്പെയിൻ കപ്പ് എടുക്കുവാണെങ്കിൽ പന്തയം വെക്കാനൊക്കെ എല്ലാവരും തയ്യാറാണ്.